കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനെ ഒന്ന് മച്ചാനെ അയ്യോ തിരുമാറത്ത് പടരാൻ മോഹം നീ വട്ടുടുത്തു പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങിയ കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനെ ഒന്ന് മച്ചാനെ അയ്യോ തിരുമാറത്ത് പടരാൻ മോഹം ഓമന ചുണ്ടിലെ തേടിൽ ഗോമാമ്പഴത്തുണ്ടു ഞാൻ കണ്ടു കോമള കവിളിലെ ചോപ്പിൽ കാട്ടും തക്കാളി ചന്തവും കണ്ടു നിന്റെ ഈ പുന്നാര വാക്കിൽ മയങ്ങി 100 മുത്തമിഴയ്ക്കുവാൻ ദാഹം മാരനായി നീ വരും നേരമാ കൈകളിൽ പച്ചക്കുത്തു പോലെ ചേർന്നുറങ്ങണം നീ കുളിരുകോരി എന്നെ ഇന്നുണർത്തി വെച്ചതെന്തിനെന്റെ മച്ചാനെ മച്ചാനെ ഈ തിരുമാറത്ത് പടരാൻ മോഹം കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ അല്ല അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു. അല്ല നിനക്കെന്താ അങ്ങനെ സൂചിക്കാതെ നമ്മളുമായിട്ടൊന്ന് പാടാൻ റിഹേഴ്സൽ എടുത്ത് വെച്ചിട്ട് ഞാൻ വരുന്നത് നിങ്ങൾ തുടങ്ങിയ ഞങ്ങൾ നന്നായിട്ട് പാടില്ല. നിനക്ക് ഈ പാട്ടിന്റെ കാര്യം പറയുമ്പോ എന്താണ് സാർ? അതല്ല നീ എന്ത് ദേഷിക്കാതെ സംസാരിക്കും സ്തുതി. ഞങ്ങളൊരു പാട്ട് റെഡിയാക്കി ഞങ്ങൾ പാടി. നിങ്ങൾ പാടി അത് ഞാൻ കേട്ടു, നന്നായിരുന്നു. അതെ നന്നായിരുന്നു. നീ പാടി നീ പാടി അത് അപ്പോഴത്തെ ഞങ്ങൾ ആ സമയത്ത് അങ്ങനെ പാടി. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ പാട്ട് പാടുന്നില്ലെന്ന് പറഞ്ഞിരുന്ന നിന്റെ അവിടെ അല്ലല്ലോ ഞങ്ങൾ പാട്ടിന്റെ കാര്യം അതല്ല ഈ ഭയങ്കര പാട്ടുകൾ, ഈ സത്യസന്ധമായ അല്ലാത്ത മ്യൂസിക് അല്ലാത്ത പാട്ടുകളിൽ ഞാൻ പാടാൻ താല്പര്യപ്പെടുന്നില്ല. അല്ല പുള്ളിക്കാർ ഇച്ചിരി പാടുമെന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് കളിയാക്കും. ഇവിടെ അങ്ങനല്ലെന്ന്, ഞങ്ങൾ പാട്ടുകാരല്ലേ. ശുദ്ധമായ സംഗീതം മാത്രമേ ഞാൻ ഇപ്പൊ ഉപയോഗിക്കാറുള്ളൂ. അയ്യോ കൈതപ്പുറത്തിന്റെ വീട് എവിടെ? അല്ല കൈതപ്പുറത്തിന്റെ വീട് ഭൂമിയിൽ തന്നെയാണ്. ചേട്ടാ നമ്മൾ ഒരുമിച്ച് പാടാന്ന് ഞാൻ അവരുടെ കൂടെ പാടിയ പ്രശ്നം അതല്ല വിഷയം അങ്ങനല്ല. ഇതൊക്കെ ഞാൻ തമിഴ് പാട്ടിന്റെ ഒക്കെ താളത്തിലുള്ള പാട്ടുകൾ. നമുക്കല്ലാതെ നമ്മുടെ മലയാളത്തിൽ താളമുള്ള പാട്ടുകളാണ് പാടേണ്ടത്. ഈ മ്യൂസിക് അടിക്കണം ചേട്ടാ. കസ്തൂരി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനെ ഒന്ന് മച്ചാനെ ഈ തിരുമാറത്ത് പടരാൻ മോഹം அம்மா தாய்மாரே ஆபத்தில் விட மாட்டே, வெயிலோ புது மழையோ மாட்டேன்னு சொல்ல மாட்டே, அங்கங்கே பசை இருக்கும் பலகாரம் அழகு சாப்பாடு ஒரு நேரம். ഈ താളത്തിലുള്ള പാട്ടുകൾ ഇതൊക്കെ തമിഴ് ഞങ്ങളെന്ന് കോപ്പി അടിച്ചിട്ട് പോയല്ലോ സുഹൃത്തെ. അത് ഏതായാലും കോപ്പി അല്ലേ മകനെ? എന്ത് കോപ്പി അടിച്ചല്ലേ ഇവിടെ ട്രൈ ചെയ്യാൻ വിട്ടു കൊടുത്താലോ? ഞങ്ങൾ വേറൊരു പാട്ട് പറയണെങ്കിൽ ഞാൻ മാച്ചായ പാട്ട് പാടുവോ? പാടാം. കാറ്റാടിത്തണലും തണലത്തൊരു മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നേ ഇളനാഴില എട്ടപ്പം ചുടണം ചുട്ടപ്പം വരണം, എട്ടപ്പം ചുട്ടപ്പം കപ്പം തരണം, കാറ്റാടിത്തണലും എട്ടപ്പം ചുടണം. പോടാവേ ഇതൊക്കെ അമ്മക്കറിയാതെ കേസ്. ഇച്ചിരി പാടല്ലോ കൊടുത്താലോ? ഇച്ചിരി പാടല്ലോ ക്ലാസിക്കൽ. ഏതാണ് ക്ലാസിക്കൽ ഒരു മെലഡി. നെൽസൺ ചേട്ടൻ വാശിക്കാണോ? വാസിക്കാണ്. ഏത് പാട്ട് പറഞ്ഞാലും കണ്ടുപിടിക്കും. ഞാൻ കണ്ടുപിടിക്കും. എന്നാ ഇത് വിട്ടു ഇത് കോമ്പറ്റീഷൻ പോലെയാവും. അതെ ഇനി ഇത് കൊടുക്കും. കളി വീടിട്ട് കീച്ചിയാലോ? ഇവിടുന്ന് കീച്ചോ കാച്ചോ ചെയ്യും. ഇങ്ങോട്ട് താ. ചേട്ടാ മ്യൂസിക് ഇടൂ പ്ലീസ്. 3, 4 കളി വീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഉണ്ട്. ഒരു നോക്കു കാണുവാനും ആത്മാവു തേങ്ങുന്നല്ലോ. ഈ പാട്ടിന്റെ പാടാ ഇതിന്റെ ഉണ്ടാ? അല്ല ഞാൻ പാടുന്നതിന് മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ പാട്ട് ദിവസവും പാടാറുണ്ടോ? ആരാണ്? അല്ല പാൻ്റൊക്കെ കീറി കിടക്കുന്നു. മേലോട്ട് പോയപ്പോഴേ ഞാൻ ഡയലോഗ് അടിച്ചിട്ടേ നോണ പറയണ്ട കേട്ടോ. ഇത് സുഹൃത്തെ
ഇയാള് പാന്റ് വെക്കാൻ വന്ന പാട്ട് പാടാം. ആ പാട്ട് പാടാം. ആണോ? ശരി ഇല്ല. പാടാം. വെറുതെ dialogue അടിക്കുന്ന. കളിവിടല്ലേ ആ. പാടാം. കളിവീര താരാരാ. അറിയില്ല. പിന്നെ? बरसे निकलते हैं correct है कुछ दूर था दूर ही ला 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 उसका घर എന്താ കൂടിയേ നീ വാ അല്ല ഇപ്പൊ നീ നമ്മള് പാടി വെക്കൂ ഞാൻ ഒരു പാട്ട് പാടാം അല്ലല്ല നീ ആരെയാ കൂവിയേ ഞങ്ങളെ കൂവിയതാണോ നീ? നിങ്ങളെ കൂവിയെന്ന് ചേട്ടാ ഒരെണ്ണം കൂടെ ചേട്ടൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഞാൻ നിങ്ങൾ എന്ത് പാടിയാൽ ഞാൻ പാടും ഓക്കെയാണ് വാശിയാണെന്ന് വാശി പിടിപ്പിക്കരുത് നെൽസൺ. എന്റെ ദൈവമേ എന്നെ എന്നിങ്ങനെ നിങ്ങൾ പാടുന്നു നമ്മള് കുറച്ച് സിമ്പിൾ ആയി പോണുണ്ടോ? അതെ അതെ ആ, എനിക്കും അങ്ങനെ ഈ തോന്നുന്നു. പാടുള്ള ഒന്ന് പിടിച്ചിട്ടല്ല മെഹർബ അലക്കാം ആ എനിക്ക് ആ പാട്ട് നന്നായിട്ട് അറിയാം. ആണല്ലേ? അപ്പൊ കൊച്ച ഷൈൻ ചെയ്തോളാം. കൊച്ച ആ പാട്ട് പാടി ഷൈൻ. അയ്യോ നിങ്ങളും വേണം. ഞാൻ വരി അറിയില്ല മൂളി ആ ആ ഓക്കെ. ഇതിന് പാടറാ. ആ പാടും ചേട്ടാ ഇത് വാശിയാണ്, ഇത് ചേട്ടൻ പാടില്ല. ഒരിക്കലും പാടില്ല. ഓക്കെ. 2 3 4 മെഹറുബാ മെഹറുബാ പുതിയ പെണ്ണേ മെഹറുബാ പത്തുകൊണ്ട പൊന്നു നിന്റെ മെഹറു മെഹറുബാ നിന്റെ പകത്തിലെ കണ്ണു വെക്കണ പുതുമണവാളൻ മെഹറുബാ മെഹറുബാ കള്ളി പെണ്ണേ മെഹറുബാ തഞ്ചകപ്പൂൻ ചുണ്ടിനത്തൊരു മുത്തേ മെഹറുബാ നാളെ പൂങ്കാവനത്തിലും മധുവിരുവല്ലേ ഹേ റസിയാ ഹേ റസിയാ റസിയാ മെഹറുബാ ചേട്ടൻ ഈ പാട്ട് full പഠിച്ചേ? അറിയില്ലല്ലോ ഈ പാട്ടില്ല. മഴ മഴ കൂട കൂട മഴ വന്നാൽ തൊപ്പിക്കൂട മഴ മഴ കൂട കൂട മഴ വന്നാൽ തൊപ്പിക്കൂട ഇതാർക്കും ഇതൊക്കെ പരസ്യം അത് ഇതുമെല്ലാം കൂടെ ഒരുപോലെ കിടന്ന പാട്ട് സുഹൃത്ത് അത് കള്ളമാണ്. അത് അല്ല കള്ളമൊന്നുമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള രീതികളിലുള്ള കാര്യങ്ങൾ സംസാരിക്കും പ്രസംഗിക്കും അതിനെപ്പറ്റി ഒരുപാട് രാജ്യങ്ങളിൽ പോയി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലായില്ലേ ഞാൻ ഇപ്പൊ വേണമെങ്കിൽ അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ ചെയ്യാം ഒരു പാട്ടിന്റെ മ്യൂസിക് ഇട്ടിട്ട് 2 പാട്ട് പാടും അതേത് പാട്ട്? ഒരു പാട്ടിന്റെ മ്യൂസിക് ഇടും ഒറിജിനൽ ഇട്ട് തന്നു ആ പാട്ട് ഒറിജിനൽ പാട്ട് പാടിയിട്ട് ആ മ്യൂസിക് തന്നെ വേറെ പാട്ട് പാടും ലോജിക് ഉള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചു. ഷോ എനിക്ക് തർക്കിക്കാൻ സമയമില്ല നിങ്ങൾ പാട്ടിടൂ പാട് പാട് പാട്. ഇതില്ല. കിട്ടിയിട്ടില്ല. നിലാവേ മായുമോ കിനാവും നോവുമാ ഇളം തേൻ തെന്നല തലോടും പാട്ടുമാ ഇതൾ മാഞ്ഞരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതെ നിലാവേ മായുമോ കിനാവും നോവുമാ ഈ പാട്ട് ഇപ്പൊ മ്യൂസിക് ഇല്ലല്ലോ ആദ്യം മുതലൊന്നോട് ഈ പാട്ടല്ലാതെ വേറെ പാട്ട് ഈ മ്യൂസിക്കിന് ഞാൻ പാടും സുഹൃത്തെ ഈ മ്യൂസിക് തന്നെ ഇടണം ഇതുപോലെ വേറെ പാട്ടില്ല. ഉണ്ട് നിങ്ങൾ മ്യൂസിക് ഇടൂ മ്യൂസിക് ഒന്നും കൂടെ ഇട്ടു. ഒന്നുകൂടെ ഇട്ട് കൊടുക്കൂ. പിന്നെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. നിലാവേ മായ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ കുളിർ കൊണ്ടുവാ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ ചന്ദനക്കാറ്റേ ചേട്ടാ അല്ല ഇത് കള്ളപ്പാട്ടാണ്. അല്ല നല്ലത് ഇനിയുണ്ട് ആ മ്യൂസിക്കിൽ നീ കള്ളപ്പാട്ട് കേറ്റിയത്. അല്ലല്ല ഇനിയുണ്ട് ഇതുപോലെ പാട്ട് ഇനിയുണ്ട് ഇതാ കേൾപ്പിക്കാം ദാ. ഇനിയുണ്ട്. അടുത്ത ഇട്ട് പാട്ട് കൊടുക്കൂ. സഹോദരാ ഇടുവേട്ടാ.
മമ്മൂട്ടി ഒളിച്ചു കളിക്കുന്നതോ ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ യൗവനമോ ഋതുദേവതയോ ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. അതൊരു പാട്ട്. ഇനി അടുത്ത ഈ മ്യൂസിക് ഒന്നും ഇട്ടാൽ ഞാൻ വേറെ പാട്ട് പാടും. ഇപ്പൊ നെൽസൺ ചേട്ടൻ നമ്മുടെ ഇടയിലെ സൂപ്പർ സ്റ്റാർ ഷൂറിനാട് നെൽസനായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പാട്ടിന്റെ ഹൃദയം ഞാൻ ഇനി പാടുന്നത് എനിക്ക് മെഗാസ്റ്റാർ ആവണം മെഗാസ്റ്റാർ ആവണം. മെഗാസ്റ്റാർ ഷൂറിനാട് നെൽസൺ ഈ മ്യൂസിക് തന്നെ ഒന്നും എടുത്തു പറ്റില്ല. ഇടൂ. എന്ത് സ്റ്റാർ ആവും? അല്ല നോക്കട്ടെ മെഗാ സ്റ്റാർ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്രശിശര നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. Excuse me. Yes. നിങ്ങളൊക്കെ എവിടുന്നാ വരണേ? ഞാൻ കൊല്ലം. അതെ 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 അല്ലല്ല സംഭവം ഇങ്ങനെ പാടാം അല്ല ഒന്നുമില്ല, ഞങ്ങളൊക്കെ ജനിക്കണേക്കാളും മുന്നുള്ള പാട്ടാന്ന് വിചാരിക്കും. നിങ്ങളൊക്കെ പണ്ട് മുതലേ ഈ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ കുറച്ച് നാളേ ഉള്ളൂ. സുഹൃത്തുക്കൾ എന്ത് പറയുന്നു? ചേട്ടാ കൺഗ്രാറ്റ്സ്, ഇപ്പൊ മെഗാസ്റ്റാർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി കൺഗ്രാറ്റ്സ് നാറിപ്പുഴുത്തു. അല്ല ഹിന്ദി നമുക്ക് അടുത്ത ആഴ്ച വരുമ്പോ 2 ഹിന്ദി ഒരുപോലത്തെ പിടിച്ചാലോ? മെഗാസ്റ്റാർ വേണോ? ഒരു അറ്റത്ത് ഒരേ അറ്റത്ത് ഇങ്ങനെ പിടിക്കണം കേട്ടോ, സമയം കിട്ടുമ്പോ. പക്ഷേ ഉള്ള സമ്മതിച്ചു. താങ്ക് യു. മെഗാസ്റ്റാറിനെ അങ്ങ് കൊന്നാല. അപ്പം ഇനി പാടാൻ വിളിക്കുമ്പോ എന്നെ കൂടെ കൂട്ടുവോ? അതിനാ ഞാൻ ഈ അഭ്യാസം കാണിച്ചത്. ചേട്ടാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു ഡുവറ്റ് പാടണ്ടേ? നമുക്ക് ഏത് പാട്ടാ പാടണ്ടേ? നിങ്ങൾ പോയി പണി നോക്ക്, നിങ്ങളുടെ സെറ്റൊക്കെ ഞങ്ങളുടെ പേര് മാറ്റി. Ego 1, Ego 2. അപ്പൊ നമുക്ക് വിളിക്കല്ലേ? അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു പാട്ട് പാടണം. ഞാൻ തീർച്ചയായും. വിളിക്കും, അപ്പൊ ചാടി ഇടരുത്. സമയമുണ്ടോന്ന് നോക്കട്ടെ. ഞാൻ വിളിക്കും, വരണം. വരും, ഞാൻ വരും, ഞാൻ വരും, ഞാൻ വരും. നെൽസൺ ഷൂറിനാട് നോബിക്ക് സുധിക്ക് സുധിക്ക് നോബിക്ക് സുധിക്ക് എവിടെയും പോയിരിക്കും. അടിപൊളി. അങ്ങനെ മ്യൂസിക്കില് പാട്ടില് കുറെ റിസർച്ച് ഒക്കെ നടത്തിയിട്ട് ഒരു എലിക്കുട്ടിയെ പോലെയാണ് നമ്മുടെ നെൽസൺ ചേട്ടൻ വന്നേ. പക്ഷെ മടങ്ങിപ്പോയപ്പോ ഒരു പുലിക്കുട്ടി ഒരു മരണ മാസായിട്ടാണ് തിരിച്ചു പോയത്. എനിക്കറിയില്ല എന്ത് പറ്റിയതാണ്. ഇത് ഞാനാണോ എന്നൊക്കെ. യെസ്. അപ്പൊ ഇതിലും ഈ ഒരു സ്പിരിറ്റോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മ്യൂസിക് എന്ന് പറയുമ്പോൾ ശരിക്കും പറയാം നമ്മുടെ പല ടെൻഷൻസും മാറ്റും അല്ലെ. അതുപോലെ തന്നെയാണ് കുറെ പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐസ് കൂടും, അതുപോലെ തന്നെ സൗന്ദര്യം കൂടും. അപ്പൊ ചിരിക്കാൻ റെഡിയാണെങ്കിൽ ചിരിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. This is Tabar Padar powered by Eastern. അപ്പേ സംസാരിച്ചിരുന്നാ മതിയോ? ഇത് എന്ത് പറ്റി നെൽസൺ ചേട്ടാ? പതിവിനും കൂടുതൽ വിനയ കുലീനനായി. ഞാനിപ്പോ അങ്ങനെ ശീലിക്കുകയാണ്. ഇപ്പൊ അങ്ങനെ അപ്പൊ കുറച്ചു നാൾ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. എല്ലാരും പറയുന്നത് അതുകൊണ്ടാണ്. അല്ല എന്ത് പറ്റി നെൽസൺ ചേട്ടാ അങ്ങനെ മാറാൻ സ്വയം തീരുമാനിക്കാൻ കാരണം? എല്ലാവരുടെ മുഖത്ത് നോക്കി പറയൂ. അങ്ങനല്ല, അങ്ങനെ പൊതുവെ ഇങ്ങനെ ഒരു അതിനുള്ള സാഹചര്യം അങ്ങനല്ല. നമ്മളിപ്പോ സാഹചര്യം വന്നിട്ടില്ല. അങ്ങനെ ഒരു സംസാരമൊക്കെ ഇതിന്റെ ഇടയ്ക്ക് വേണമല്ലോ. അപ്പൊ അതിനൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിൽ വഴക്കൊക്കെ സുഖം.
അങ്ങനത്തിന് വേണ്ടിയാണ് എന്റെ യഥാർത്ഥ സുഖം ഇതാണ്. ഇതാണ് നെൽസൺ ഷൂറിനാണ്. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, എസ്പെഷ്യലി നമ്മുടെ യൂട്യൂബിലെ കമന്റ്സ് ഇടുന്നോട് പറയാനുള്ളത്, നെൽസൺ ചേട്ടൻ ആക്ച്വലി ഭയങ്കര സിമ്പിൾ ഹമ്പിൾ വിനയകുലീനനാണ്. ഈ കണ്ണടയൊക്കെ വെച്ച് ഈ ഫ്രഞ്ചൊക്കെ വെച്ചിരിക്കുമ്പോ ഒരു ജാടിയായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് തെറ്റിദ്ധാരണയാണോ നെൽസൺ ചേട്ടാ? തെറ്റിദ്ധാരണ. അയ്യോ ശരി, ഓക്കെ. അപ്പൊ ഖബാർ പടാറില് നമ്മുടെ എപ്പിസോഡിൽ ഒരു വലിയ പച്ചക്കള്ളത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വേറൊരു പേരും കൂടെ ഉണ്ട്, നുണയൻ ചൂരനാടെന്ന്. കണ്ടോ? പക്ഷെ വിനയുള്ളതുകൊണ്ട് നെൽസൺ ചേട്ടൻ ഒന്നിനും മറുപടി പറയില്ല. നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? ഞാൻ പോവാം. നമുക്ക് പോവാം. ഓക്കെ, പോവാലോ. ഇതെന്ത് പറ്റി? ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആരും ഒന്നും മിണ്ടണില്ലല്ലോ. ആഗസ്റ്റ് 15 മതിയായിരുന്നു, പക്ഷേ ഇടയ്ക്കൊരു തോർത്ത് കെട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായത്തിലായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വന്നപ്പോ എല്ലാരും എടുത്ത് പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. അല്ല, സംഭവങ്ങളാ നിന്നോണ്ടിരിക്കുക. അതുകൊണ്ട് എല്ലാരും നുണയനും നുണയച്ചികളുമാണോ? എല്ലാവരും തുടങ്ങാം, ഗെയിമിലേക്ക് തുടങ്ങാം. ഈ മിമിക്രിയില് പലരും പല കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത്, ശബ്ദമൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത്. എനിക്ക് കുതിരയെ കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ആരെ കുതിരയുടെ ശബ്ദം എടുക്ക? ഇനി ഒക്കെ പോരട്ടെ നെൽസൺ ചേട്ടാ, എല്ലാരും നെൽസൺ ചെയ്യില്ലടാ. ഇല്ലടാ, ഞാൻ ചെയ്തില്ല. നോബി ചേട്ടാ, എന്നെ കൊണ്ട് ഞാൻ ഫ്ലൈറ്റിന്റെ ആളല്ലടാ. നവീൻ ഭായ്, കുതിര. കല്യാങ്കാട്ടിൽ ഇനി രാത്രി ഇറങ്ങിയോന്ന് പോലെ. രാത്രി ഇറങ്ങിച്ചിരിക്കല്ലേ ചേട്ടാ, രാത്രി ഇറങ്ങിച്ചിരിക്കല്ലേ. അപ്പൊ ഈ ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോ എനിക്കൊരു പേര് പറയാൻ തോന്നാ. പേരല്ല, ഒരു കടുങ്കഥയൊക്കെ നമ്മള് പറയില്ലേ. നവീൻ ഭായ് സത്യത്തിൽ മിമിക്രി ചെയ്യാറുണ്ടോ? ഇല്ല, ഞാനിപ്പോ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ആവുന്ന. എന്നാ ഒന്നും കൂടെ വാ. എന്തെന്നാ? വാ, കുറച്ച് വിശേഷങ്ങൾ കുറച്ച് ചോദിക്കട്ടെ. മിമിക്രി കാണിക്കില്ല. മിമിക്രി ഒന്നുമല്ല ദൈവമേ, മിമിക്രി ഒന്നുമല്ല. അല്ല, പുള്ളിക്ക് ആക്ച്വലി ഈ മിമിക്രി ചേട്ടന്മാരുടെ കൂടെ ഒക്കെ ഇരിക്കുമ്പോ പുള്ളിക്ക് ചെറിയൊരു കോംപ്ലാൻ എനിക്കും ചെയ്യാൻ അറിയാന്ന് പുള്ളി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തത് എന്താ കാണിക്കാൻ പോണേ? റെഡിയാണ് കേട്ടോ, കണ്ടോ? നിർബന്ധിക്കണം. നിങ്ങളെല്ലാം സ്നേഹിക്കുന്ന പട്ടിയുടെ ശബ്ദം ഉണ്ടാക്കും. ആ സ്നേഹം കളയരുത്. അടിപൊളിയാ, സൂപ്പറാണ്. എനിക്കൊന്നും പറയാനില്ല. ഇനി ഇത് ഏത് വീട്ടിലെ പട്ടിയാ? ഇനി പൂച്ച, അങ്ങനെയൊക്കെ. ശരി, ഇനി പൂച്ച അപ്പ പറയാണ്ട. ഇനി അത്രയല്ലേ, നാട്ടിക്കല്ലേ. അയ്യോ, ഇതിൽ കൂടുതൽ നാരാനില്ല. എല്ലാം അടിപൊളിയാണ്, നന്നായി. ഞങ്ങളെല്ലാരും കൂടെ കുയിലിന്റെ സൗണ്ട് എടുക്കണോ? എല്ലാവരും കൂടിയ സ്ഥിതിക്ക് ആനയുടെ ഒരു ചിഹ്നം വിളിയും കൂടെ കേട്ടിട്ട് അവിടെ പോയിരുന്നോളൂ. ഇതൊക്കെ അറിയാന്നാണോ പറഞ്ഞേ? ഒരു ട്രൈ നടത്തിയതല്ലേ ഇത്രയും പുലികളുടെ മുമ്പില്. ഓക്കെ, അപ്പൊ നവീൻ ഭായി എന്തായാലും മിമിക്രി കാണിച്ചു. അല്ല, മിമിക്രി എന്നല്ല, പുള്ളി എന്തൊക്കെയോ കാണിച്ചു. ഏതായാലും ഇനി നമ്മൾ പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. അടിപൊളി. ഈ ഒരു ഇനി ഗെയിം കളിച്ചില്ലേലും കുഴപ്പമില്ല. അടിപൊളിയല്ലേ? ഇതിന് നമ്മൾ എന്തിന്റെ ഉത്തരം പറയാറ്? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. ചെരുപ്പ്. ഓക്കെ, പക്ഷെ ഈ കുതിര വെള്ളം കണ്ടാൽ എന്തൊക്കെ കണ്ടാലും നിൽക്കാൻ പോണില്ല. ഗെയിം എന്താന്നുള്ളത് പറഞ്ഞുതരാം. ടീം, അതായത് ഒരു ടീം സിൽവർ ബലൂൺസ് ആണ്, കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഇപ്പുറത്തെ ടീം ഗോൾഡൻ ബലൂൺസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഞാനിപ്പോ ഗോൾഡൻ അവിടെ ഈ ടീം ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഈ ഗോൾഡൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഗോൾഡൻ നിങ്ങൾ അവിടെ പോയിട്ട് ആ ഫസ്റ്റ് വൺ ആയിരിക്കണം പൊട്ടിക്കേണ്ടത്. വീണ്ടും കമ്മിങ് ബാക്ക് ഹിയർ ഇത് നിങ്ങൾ പൊട്ടിക്കുക. ആൻഡ് അതിനുശേഷം അടുത്തത് പൊട്ടിക്കേണ്ടത് ആ അറ്റത്തെ രണ്ടാമത്തെ ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ദി ഗെയിം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ സിൽവർ ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് ഓടേണ്ടി വരും, ഗോൾഡൻ ഉള്ള ആൾക്കാർ അങ്ങോട്ട് ഓടേണ്ടി വരും. അങ്ങനെ ഫസ്റ്റ് ഈ റെഡ് ബലൂൺ ആരാണോ പൊട്ടിക്കണേ ആ ടീം ആയിരിക്കും ആദ്യത്തെ റൗണ്ടിൽ വിൻ ചെയ്യുക. അങ്ങനെ ഒരു 1, 2, 3 റൗണ്ട്സ് ഒക്കെ ഞങ്ങൾ തരും, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. ഓൾ സെറ്റ്, ഗെയിം മനസ്സിലായല്ലോ? അപ്പൊ ഏതൊക്കെ കുതിരകളാണ്, കൊമ്പുള്ള ഏതൊക്കെ കുതിരകളാണ് ഈ ടീമിൽ നിന്ന് വരാൻ പോണേ? എന്റെ അടുത്ത് നിൽക്കാൻ പാ. ഓക്കെ, അപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും വെറുതെ ചാടി പൊട്ടിക്കുകയാണെന്ന്. പക്ഷെ അതല്ല, ഇവർക്ക് നമ്മളൊരു ക്യാപ്പ് കൊടുക്കുന്നുണ്ട്. ദാ ഇവിടെ ഒരു സൂചിയുണ്ട്. അപ്പൊ അങ്ങനെ വേണം പൊട്ടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കൗണ്ട് ഡൗൺ കൊടുക്കാം. സോ റെഡി, 1, 2, 3, ഹിയർ വി ഗോ. അപ്പുറം
നോക്കിക്കേ. പോട്ടെ. ആ ആ നേരെ നിക്ക്. ശ്രദ്ധിക്കുന്നില്ല. നേരെ നിക്ക്. എന്താ പറ്റി ഐഷു? അറിയില്ല, പൊട്ടണില്ല. എന്താ പറ്റിയേ? അറിയില്ല. നിങ്ങളുടെ കുതിരയ്ക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. കുതിരയ്ക്ക് എന്തോ കംപ്ലൈന്റ്. അല്ലാതെ നീഡിന്റെ അത് ഷാർപ്പല്ല. കറക്റ്റ് ഇതില് കൊള്ളുന്ന എനിക്കറിയാം. എല്ലാ നീഡിലും ഒരുപോലെയാണ്. ജഡ്ജ്മെന്റ് ആയിട്ടില്ല, ഒരു റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും നമുക്ക് ടൈം ഉണ്ട്. സോ എത്ര എണ്ണം പൊട്ടാത്തുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 ടോട്ടൽ 15 നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 13 14 15 മൂന്നെണ്ണം നമുക്ക് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഇവിടെയാണെങ്കിൽ പുട്ട് പോലെ ടോട്ടൽ 16 എണ്ണം പൊട്ടിച്ചു. ഓക്കെ, സോ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. ഈ റൗണ്ട് കഴിയുമ്പോൾ ഇതില് ജയിച്ചിട്ടുള്ളത് നമ്മുടെ നോബിച്ചേട്ടൻ ടീം എന്ന് പറയും. പക്ഷേ ക്രെഡിറ്റ് ടു യു തന്നി. വെരി ഗുഡ്, നോ പ്രോബ്ലം. നമുക്ക് ഇനി അടുത്ത റൗണ്ട് ഉണ്ട്, എന്നിട്ടൊക്കെ ഞാൻ ജഡ്ജ്മെന്റ് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് കിടക്കാൻ പോവാണ്. 2 പടക്കുതിരകൾ എത്തിയിട്ടുണ്ട്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. താഴെ നിന്നിട്ട് ആദ്യം ആരായിരിക്കും ഈ ഒരു ബലൂൺ പൊട്ടിക്കാൻ പോകുന്നത്? അയ്യോ, ഇതാണ് അങ്ങനെ ഓടുന്ന ചാടിക്കുതിര വെള്ളം കയ്യാങ്കളിയിലേക്ക് എത്തി. ഒന്നുകൂടി. അടുത്ത പൊട്ടിക്ക്. ആ അടുത്ത്. പോട്ടെ. കയ്യേറായി 4 എണ്ണം കൂടിയുള്ളു. മോളെ ഒരുമിച്ചാണ്. ആരായിരിക്കും ആദ്യം ഈ ഒരു ബലൂൺ പൊട്ടിക്കുക? മോളെ വരട്ടെ. പൊട്ടിക്കടി. ഇഞ്ചോടിച്ച് പോരാട്ടം.
അങ്ങനെ പടക്കുതിരകൾ രണ്ടെണ്ണം പൊഴിഞ്ഞു തുടങ്ങിട്ടോ. കാരണം അത്രമാത്രം എഫേർട്ട് ആയിരുന്നു ഇവരുടെ സൈഡിൽ നിന്ന്. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കൂ. യെസ്, നേരത്തെ തൻവി ആയിരുന്നു, അതായത് നോബിഷയുടെ ടീമിൽ നിന്ന് തൻവി ആയിരുന്നു. എന്നാൽ ഇപ്പോ വാശിയോടെ വെൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ നെൽസൺ ചേട്ടൻ അങ്കത്തട്ടിലേക്ക് ഒരു കുതിരയെ വിട്ടു. ആൻഡ് ആ കുതിരയുടെ പേരെന്തായിരുന്നു? ആ കുതിരയുടെ പേരെന്തായിരുന്നു? കൺഗ്രാറ്റുലേഷൻസ്, നന്നായിട്ട് കളിച്ചു. ബട്ട് പ്രീത അസലായിട്ട് കളിച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം സ്റ്റാർട്ടിങ്ങിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗെയിമിന്റെ പോക്ക് കണ്ടപ്പോൾ മൃദുലയുടെ ടീമിലേക്ക് ആയിരിക്കും ആ ഒരു എന്താ പറയുക കപ്പ് എത്താന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഭാഗ്യം ഇങ്ങനെ മറിഞ്ഞിങ്ങടെ എത്താന്ന് പറയില്ല, അതാണ് ശരിക്കും ഇവിടെ കണ്ടേ. ആൻഡ് ലാസ്റ്റ് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ രണ്ടുപേരും ട്രിവാൻഡ്രം ഗാങ്ങിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വെറുതെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ. എനിവേസ്, ഇവരുടെ ഈ ഒരു എഫേർട്ടിന് ഒരു വലിയ കൈ കൊടുക്കാം പ്ലീസ്. എന്റെ കുട്ടിക്ക് ഒരുപാട് ദേഹോദ്രം കിട്ടി. എന്റെ കുട്ടിക്ക് ഒരുപാട് ദേഹോദ്രം കിട്ടി. ഞാൻ കണ്ട് അതിന് വയ്യായിരുന്നു കഷ്ടം. അതിനെ പിടിച്ച് വാലച്ച് അവസാനം കെഞ്ചിന്ന് കണ്ടു. ഒരു ചാൻസ് എനിക്കുണ്ട്. അടുക്കാൻ സമ്മതിക്കുന്നില്ല മേഖലയിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആവാൻ കാരണം ഇവരുടെ ഒരു റാപ്പോ തന്നെയായിരുന്നു കേട്ടോ. അതായത് നിങ്ങൾ എന്തായാലും ഇത് എയർ ചെയ്യുമ്പോൾ കാണുന്നത്. ഓൾറൈറ്റ്, അപ്പൊ എന്നാലും ഇനി ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഇപ്പൊ 1-1 നമ്മൾ നിൽക്കുകയാണ്. അടുത്ത റൗണ്ടില് ഏത് ടീമാണോ ആദ്യം നമ്മുടെ റെഡ് ബലൂൺ പൊട്ടിക്കാൻ പോണേ അവരായിരിക്കും വിൻ ചെയ്യാൻ പോണേ. ആൻഡ് ഈ ഒരു ടീമിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിന്റെ തേർഡ് റൗണ്ടിന്റെ ട്വിസ്റ്റ് എന്ന് പറയണേ ആ പടക്കുതിരകളായിട്ട് 2 ചേട്ടന്മാരെയാണ് ഞാൻ വെൽക്കം ചെയ്യുന്നത്. അപ്പൊ 2 ടീമിലെയും ഓരോ പടക്കുതിരകൾ പ്ലീസ്. അങ്ങനെ തേർഡ് റൗണ്ടിൽ വാശിയേറിയ പോരാട്ടത്തിനായിട്ട് 2 പേര് നവീൻ ആൻഡ് സുനിച്ചേട്ടൻ. Your time starts now.
ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നാണ് പറഞ്ഞത്. ഈ ഒരു ഗെയിം കഴിഞ്ഞപ്പോ വെള്ളം കണ്ടപ്പോ രണ്ടുപേരും ഇവിടെ നിപ്പായി കിടപ്പായി ഇരിപ്പായി അങ്ങനെയായിരുന്നു. എനിവേസ് അടിപൊളിയായിട്ട് കളിച്ചു. പ്ലീസ് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ആദ്യം സുധിച്ചേട്ടനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു സുധിച്ചേട്ടൻ ഗെയിം? വളരെ നന്നായി. കുറെ നാളുകൾക്ക് ശേഷം സുധിച്ചേട്ടന്റെ ഏറ്റവും ഒരു ബെസ്റ്റ് പെർഫോമൻസ്. ഇതില് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നല്ല മനസ്സ്. അതിലത്തെ അദ്ദേഹം ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 ബലൂൺ അവരുടെ ടീമില് 2 ബലൂൺ നൈസായിട്ട് പൊട്ടിച്ചു. വാശി കൂടി പോയി അത്. സാധാരണ ഗെയിമിൽ നമ്മുടെ എന്റെ ടീമിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഇതാണ് കാണുമ്പോൾ നമ്മളെല്ലാം കുറ്റം പറയും. പക്ഷെ ഇന്നത്തെ പെർഫോമൻസ് അത്ര അടിപൊളി ഒരു കുറ്റം പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഗുഡ് ജോബ്. അപ്പൊ ഇന്നലെ കൺഗ്രാറ്റുലേഷൻസ്. കാരണം നോബിഷന്റെ ടീമിനെ ജയിപ്പിച്ചിട്ടുള്ളത് താങ്കളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷം നമ്മൾ ഡാൻസ് ഒന്നുമല്ല, ഒരു കുതിരയായിട്ടുള്ള ഒരു എൻട്രി നോബിയും കൂടെ. ആ ശബ്ദം ഉണ്ടാക്കാം. നോബി പടയാളി. നോബിച്ചേട്ടൻ സഹായം വേണം. ഞാനാ ആ നോബിച്ചേട്ടൻ കുതിര ഓടിച്ചോണ്ട് പോണം. ആ ഇതാണ് ഇതാണ് മറ്റൊരു കഴുത. നെഞ്ചിക്കൊണ്ടാൽ കൊമ്പിൽ സൗണ്ട് സൗണ്ട് കട്ടയാണെന്നാലും യെസ്. അപ്പൊ ടവാർ പടാറില്ല. ഇനി നമ്മൾ പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് ഡ്രോപ്പിംഗ് സ്മൈലീസ്. അപ്പൊ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഒരു പാലറ്റ് പോലെ അതിൽ കുറെ ഇങ്ങനെ ഹോൾസ് ആയിട്ട് ഇവിടെ ഇവർ ഈ പാലറ്റ് പിടിച്ച് നിൽക്കുന്നുണ്ട് 2 പേര്. ആൻഡ് 4 പേരായിരിക്കണം എറിയേണ്ടത്. സ്മൈലീസ് അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ഇൻഡിവിജ്വലി വേണം എറിയാനായിട്ട്. ടീമിലെ ഒരാൾ എറിഞ്ഞു കഴിഞ്ഞിട്ട് ആ ബോള് ഏതെങ്കിലും ഒരു ഹാളിൽ വീഴുവോ അല്ലെങ്കിൽ താഴേക്ക് വീണ് പോയാൽ മാത്രമാണ് അടുത്ത ആൾക്ക് എറിയാൻ പറ്റുക. ഓക്കെ? ഓ ശരി സർ, പോയിന്റ് ശരിയാണല്ലോ അല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എറിയാനല്ല പാട്, ബൗൺസ് ചെയ്തിട്ട് കുത്തിച്ചിട്ട് വേണം എറിയാനായിട്ട്. സർ പോയിന്റ് ശരിയാണോ സർ? ഓക്കെ, തുടങ്ങിക്കോട്ടെ സർ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തോട്ടെ സർ. ഇതുവരെ വളരെ കറക്റ്റ് ആണ്. ശരി ശരി. അപ്പൊ വളരെ വളരെ ശരിയാണെങ്കിൽ വളരെ സ്പീഡോട് കൂടിയിട്ട് നമുക്ക് ഗെയിമിലേക്ക് പോവാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അത് പോയി. നിങ്ങളാണത് ഹാൻഡിൽ ചെയ്യണ്ടേ. നിങ്ങൾ കുറച്ച് സ്ട്രാറ്റജീസ് യൂസ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ഫോർ ഷുവർ. വേണമെങ്കിൽ ആൾക്കാർക്ക് ചേഞ്ച് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാം. യെസ്, ഓക്കെ. നിലത്ത് മുട്ടിക്കരുത്, നിലത്ത് മുട്ടിക്കരുത്. ഓക്കെ, ഫൈനലി 1 point. വെരി ഗുഡ്, വെരി ഗുഡ്. 3 points. And they scored 4 points. ബൗണ്ടറിക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരരുത്, നിലത്ത് കുത്തരുത്. 5. വീണത് പോയെണ്ണോ? അത് കുട്ടില്ല. വീഴൂ. Yes, 4 points. ശരി. 5 points. Make it fast. സമയം almost തീരാറാവുന്നു. 6. 6. 6. Okay. 7. പൊക്കി പിടിക്കണേ, വല്ലാതെ താഴ്ത്തരുത്. ഓക്കെ. 9. Very good. Very good. സമയം കഴിഞ്ഞു. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടുന്ന് നോക്കുമ്പോൾ 1 2 3 4 5 6 7 8 9 10. They scored 10 points. Very good. ഇതിൽ ഏറ്റവും ട്രിക്കി
അടിപൊളിയായിട്ട് കളിച്ചത് സുധിച്ചേട്ടനായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ ആ ഒരു എറിയല് വളരെ വളരെ കറക്റ്റ് ആയിരുന്നു. ചിലർ ഭയങ്കര സ്ലോ ആയി, സ്പീഡ് കൂടി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കൊടുത്തിട്ടുള്ള ടൈമിൽ 10 പോയിന്റ് സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പൊ ടോട്ടൽ 10 പോയിന്റ്സ്. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് ടീം മെമ്പേഴ്സ് കളിക്കല്ലേ. മിസ്റ്റർ നോവി അദ്ദേഹത്തിന്റെ കോച്ചിങ്ങില് പിള്ളേരെ ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ അങ്ങനൊന്നും പറയുന്നില്ല, അങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. പക്ഷെ കണ്ണും കൈയും മാത്രം ഇങ്ങനെ ഒട്ടക്കാർക്ക് മര്യാദയ്ക്ക് അവരെ കൂടെ കളിപ്പിക്കണം കേട്ടോ. തുടങ്ങാം. അപ്പൊ 11 പോയിന്റ്സ് നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളായിരിക്കും വിൻ ചെയ്യാൻ പോണേ. ഓൾറൈറ്റ്, ഓക്കെ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് now. അതും പോയി. അനു ആർക്കോ വേണ്ടി എറിയരുത്, ടീമിന് വേണ്ടി എറിയണേ. ഒരാൾ എറിഞ്ഞതിന് ശേഷം മാത്രം എടുത്താണ്. ഒരു ഓർഡറിലെ മുന്നേ നവീൻ ഈ ലോകത്തല്ല. ഓർഡർ കളിച്ചതുകൊണ്ട് എന്നാണോ സാർ? ഓക്കെ, അഹങ്കാരം. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവേണ്ടത്? തുടക്കത്തിൽ ഇവർ ചെറുതായിട്ടൊന്ന് പതറിയെങ്കിലും ഫൈനലി എല്ലാ ബോൾസും ഇവരുടെ കോർട്ടിൽ തന്നെ. ഒരു വലിയ കൈയടി വേണ്ട, ഉമ്മ മതി എന്നാ പറയണേ. ഞാൻ വാരി വെതറും പിടിച്ചോട്ടാ. ഓക്കെ, കൊതിക്കണ്ട, തരൂല്ല കേട്ടോ. ഓക്കെ, അപ്പോ തൻവിയും പ്രീതയും വളരെ ഇന്റലിജന്റ് ആയിട്ടാണ് കളിച്ചത്. പ്ലീസ് അത് എല്ലാവരും ഒന്ന് കണ്ടേ. അങ്ങനെ തന്നെ വന്നോളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. വെരി ഗുഡ്. ടോട്ടൽ 14 ആണ് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? എന്തായാലും നോബിച്ചേട്ടാ, കൺഗ്രാറ്റുലേഷൻ. കാരണം ഈ ജയം കുറച്ച് നാളുകളായിട്ടില്ലല്ലോ, അപ്പൊ പതിവില്ലാതെ ജയിച്ചത് കൊണ്ട് എനിക്ക് പതിവില്ലാതെ ജയിച്ചതിന്റെ അഹങ്കാരം. ഓക്കെ, അപ്പൊ ലക്ഷ്മി ചേച്ചിയുടെ ടീം ശ്രദ്ധിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അപ്പോ ഈ ഒരു ഗെയിം കഴിയുമ്പോ, അതായത് ഡ്രോപ്പിംഗ് സ്മൈലീസ് എന്ന് പറഞ്ഞ ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് നോബിച്ചേട്ടൻ ആൻഡ് ടീം. തോറ്റ് തൊപ്പിയിട്ടത് എന്ന് നമ്മൾ പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഫസ്റ്റ് റണ്ണർ അപ്പ് ഗോസ് ടു നെൽസൺ ചേട്ടൻ ആൻഡ് ടീം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വേഗം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. കാരണം ചിലർക്കൊക്കെ ചിലരുടെ കൂവല് കേട്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അഹങ്കാരത്തോടു കൂടി നെഞ്ചു മരിച്ചിരിക്കുകയാണ് നമ്മുടെ നോബിച്ചേട്ടനും ടീമും. കാരണം 2 ഗെയിമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നേ. 2 ഗെയിമിലും ഇവർ തോറ്റു തൊപ്പിട്ടു, ഇവരാണ് ജയിച്ചത്. ഓക്കെ, അപ്പൊ എന്തുപറ്റി? മുഖത്തൊക്കെ പല പല നവരസങ്ങളൊക്കെ മിന്നിമായിരുന്നു. നമ്പർ തെറ്റായിരുന്നോ സുധിച്ചേട്ടാ? ഞങ്ങൾ തന്ന ഗെയിമിന് അതെ ഫസ്റ്റ് പുള്ളി വന്നില്ലേ, ഒരു ഇത് ടോണിൽ തന്നെ 2 പാട്ടും പാടും.
അതുപോലെയാണ് ഗെയിമും, ഒരേപോലെ തന്നെ രണ്ട് ഗെയിം. അല്ലെങ്കിൽ ഒന്നിലും അവർ ജയിക്കാനുള്ളതല്ലേ. പക്ഷെ പുള്ളി സമ്മതിക്കില്ല. അത് ഞാൻ സമ്മതിക്കത്തില്ല, ഞാനും സമ്മതിക്കത്തില്ല, ആരും സമ്മതിക്കത്തില്ല. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഒരു ഋതത്തില് ഒരു പാട്ട് മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നോബിഷേട്ടനും ടീമിനും ഒരു വലിയ കൈഡി കൊടുത്തുകൊണ്ട് നാളെ വീണ്ടും ഇതുപോലെ തന്നെ ഇവർക്ക് 8 ആക്കി മടക്കുന്ന കുറെ പണികളെല്ലാമായിട്ടുള്ള കുറെ ഗെയിംസുമായിട്ട് വീണ്ടും എത്താം. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം ഠമാർ പടാർ പവർഡ് ബൈ ഈസ്റ്റേൺ. ഗുഡ് നൈറ്റ് പറയൂ.